നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഉയർന്ന റേറ്റിംഗ് നിലനിർത്തി അമേരിക്കൻ റേറ്റിംഗ് ഏജൻസി ഭീകരന്മാരായ S&P ഗ്ലോബൽ. കൂടാതെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സ്ഥിരമായി നിലനിർത്തുന്നത് എന്ന വിശേഷണത്തിൽ നിന്നും പോസിറ്റീവ് എന്നാക്കി റേറ്റിംഗ് ഏജൻസി ഉയർത്തുകയും ചെയ്തു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മികച്ച സാമ്പത്തിക അടിത്തറ കാരണം അടുത്ത 2-3 വർഷങ്ങൾക്കുള്ളിൽ വളർച്ചയുടെ ആക്കം കൂട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് അമേരിക്കൻ റേറ്റിംഗ് രംഗത്തെ അധികായനായ S&P വ്യക്തമാക്കുന്നത്. സാമ്പത്തിക പരിഷ്കാരങ്ങളിലും ധനനയങ്ങളിലും പൊതുവായ തുടർച്ചയാണ് റേറ്റിംഗ് ഏജൻസി പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തിന്റെ ശക്തമായ സാമ്പത്തിക വളർച്ച, സർക്കാർ നേരിട്ട് നടപ്പാക്കുന്ന പദ്ധതികളിലെ ഗുണമേന്മയിൽ ഉണ്ടായ ഗണ്യമായ വർധനവ്, ധനപരമായ ഏകീകരണത്തിലുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് S&P ഇന്ത്യയെക്കുറിച്ചുള്ള ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന നല്ല വീക്ഷണം. കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യൻ സാമ്പത്തിക സംവിധാനത്തിൽ നടപ്പിലാക്കുന്നത് പരിവർത്തനപരമായ മാറ്റങ്ങളാണ്. ഘടനപരമായ മാറ്റങ്ങളിലൂടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ ആവശ്യമായ നയങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്നത്. അതിനാൽ തന്നെ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന്റെ കണക്കുകൾ കഴിഞ്ഞ 10 വർഷങ്ങളിലായി കുതിക്കുകയാണ്. സർക്കാർ നേരിട്ട് നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഗുണമേന്മയിൽ ഉണ്ടായ ഗണ്യമായ വർധനവെന്ന് S&P തുറന്നു പറയുമ്പോൾ അത് നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി നേരിട്ട് നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് ലഭിക്കുന്ന ആഗോള അംഗീകാരമായി മാറുകയാണ്. വീടുകളിൽ ഗ്യാസ് കണക്ഷൻ എത്തിക്കുവാനുള്ള പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന, വീടുകൾ നിർമ്മിച്ച് നൽകുവാനുള്ള ആവാസ് യോജന, സ്വച്ഛ് ഭാരത് തുടങ്ങി അനവധി പദ്ധതികളാണ് ജനങ്ങൾക്ക് നേരിട്ട് ഫലം ലഭിക്കുന്ന തരത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുടെ ഗുണഫലം ഇപ്പോൾ ജൻധർ അക്കൗണ്ടുകൾ വഴി നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നതും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. S&P ഗ്ലോബൽ റേറ്റിംഗ് എന്നത് ഒരു അമേരിക്കൻ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയും സ്റ്റോക്കുകൾ, ബോണ്ടുകൾ, ചരക്കുകൾ എന്നിവയെക്കുറിച്ചുള്ള സാമ്പത്തിക ഗവേഷണവും വിശകലനവും പ്രസിദ്ധീകരിക്കുന്ന S&P ലേബലിന്റെ ഒരു ഡിവിഷനുമാണ്.